ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോഹർ പതുക്കെ അവിടെ നിന്ന് തടി തപ്പുക, എന്നിട്ട് നേരെ കോൺഫറൻസ് ഹാളിലേക്ക് പോയി അതിനകത്തേക്ക് ഇടിച്ചു കയറുക. അപ്പോഴത്തേക്കും അവർ അവിടെ ഉള്ളവർ ചോദിക്കുക ആരാത് എന്നും. അപ്പോൾ മറിയ പറയുക അതെൻ്റെ ഫ്രണ്ടാണ് സാർ. ആയിരിക്കും. അപ്പോൾ മനോഹർ അവിടെ ഇരിക്കുക, രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം സരയു കുറേ നേരം കോളിംഗ് ബെൽ അടിച്ചിട്ടും അവർ വാതിൽ തുറന്നില്ല. അപ്പോൾ സരയു നേരെ താഴേക്ക് വന്നു. എന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് അതെ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ റൂമിൽ ഞാൻ കോളിംഗ് ബെൽ അടിച്ചിട്ടും അവർ തുറക്കുന്നില്ല, റൂം ലോക്കാണല്ലോ. ഓ ലോക്കാണോ മാഡം? അങ്ങനെയാണെങ്കിൽ അവർ കോൺഫറൻസ് ഹാളിലുണ്ടാവും, മീറ്റിംഗ് ഉണ്ടേ. അത് കേട്ടതും മീറ്റിങ്ങോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീറ്റിംഗ് ഒക്കെ നടക്കാറുണ്ടോ? ഉണ്ടല്ലോ മാഡം, മനോഹർ സാറും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് മീറ്റിങ്ങിന്. ആണോ? എന്നിട്ട് ഞാനത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പല നാട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഈ മറിയ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മലയാളിയാണ്, പിന്നെ കൊറിയയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക. എന്നാൽ എനിക്കൊന്ന് മനുവേട്ടനെ കാണാൻ പറ്റുമോ? അതിനെന്താ മാഡം, കാണാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ മാം വൈഫാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. പോയി കണ്ടോ മാഡം? എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് ചെല്ലുക. മുകളിൽ ചെന്നിട്ട് നേരെ കോൺഫറൻസ് ഹാളിലൂടെ ആ ഒരു ഡോറിൻ്റെ ഗ്യാപ്പിലൂടെ അവിടെ മനോഹർ ഉണ്ടോ നോക്കുവാണ്. ഈ സമയം മനോഹർ അത് ഇടങ്ങണ്ണിട്ട് നോക്കി കാണുക. സരയു എന്നെ നോക്കുന്നുണ്ട്, സാരമില്ല ഞാനിവിടെ മീറ്റിംഗ് കൂടുകയാണെന്ന് വിചാരിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ സരയു അതിലൂടെ നോക്കിയിട്ട് പാവം എൻ്റെ മനുവേട്ടനെ ഞാൻ ഒരുപാട് സംശയിച്ചല്ലോ. എല്ലാവരുടെയും വാക്ക് കേട്ട് പാവം പിടിച്ച് എൻ്റെ മനുവേട്ടനെ സംശയിക്കണ്ടായിരുന്നു. വല്ലാത്തൊരു തെറ്റായിപ്പോയി എനിക്ക് പറ്റിയത്. ഇങ്ങനൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. പാവം മനുവേട്ടൻ എന്നെ കണ്ട എന്ത് വിചാരിക്കും? മനുവേട്ടൻ കാണുന്നതിന് മുമ്പ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് പോവുക. ഈ സമയം മനോഹർ രക്ഷപ്പെട്ടു. ഈ പരട്ട സായിപ്പ് എന്തൊക്കെയാ പറയുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇംഗ്ലീഷുകാരനല്ല, എന്നിട്ടും അവൻ്റെ ഒരു ഒടുക്കത്തെ ഇംഗ്ലീഷ്. സാരമില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലായില്ലെങ്കിലും ഈ കോൺഫറൻസ് ഹാളൊരു കോൺഫറൻസായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുക ആശ്വാസത്തോടെ. അപ്പം മനോഹറിനെ തന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വെളിയിലേക്ക് പോവുക. അങ്ങനെ സരയു താഴെ എത്തിയത് റിസപ്ഷനിസ്റ്റിനോട് അതെ ഞാൻ മനുവേട്ടനെ കണ്ടു, പുള്ളി എന്നെ കണ്ടില്ല. പിന്നെ മനുവേട്ടൻ വന്നു കഴിയുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണ്ട കേട്ടോ. അതെന്താ മാഡം? അത് പിന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ എന്നോട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ പോയപ്പോൾ മനുവേട്ടൻ ഇങ്ങോട്ട് കയറുന്ന കണ്ടു, അതുകൊണ്ട് വന്ന് നോക്കിയതാ. അത് പറയുന്നുണ്ട് കുഴപ്പമുണ്ടോ മാഡം? വേണ്ട, ഇപ്പോൾ ഒന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ മനുവേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് പറയണ്ട. ഓക്കെ ശരി മാഡം, താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹറയാണ്. മനോഹർ മറിയം കാത്തവിടെ നിൽക്കുക. എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഓഫീസർമാരൊക്കെ കൈ കൊടുത്തിച്ച് അങ്ങ് പോവുക. സത്യം പറഞ്ഞാൽ മനു അങ്ങോട്ട് ഇടിച്ചു കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല. നമുക്ക് എൻ്റെ റൂമിലിരുന്ന് സംസാരിച്ചാലോ? അതിനെന്താ, വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നമ്മുടെ മരിയയുടെ റൂമിലേക്ക് പോവുക. ഈ സമയം മറിയ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ നമ്മൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, കുറേ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ശബ്ദം എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മനുവിൻ്റെ ശബ്ദം അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം. അല്ല ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കട്ട് ചെയ്യാറുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും മുറിയിലേക്ക് വാ. അങ്ങനെ ഒരു മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നിട്ട് നമ്മുടെ മറിയ പറയുക അതെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, പിന്നെ പറയണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചതാണ്, പിന്നെ നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് കരുതി. ഞാൻ മനോഹറിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് രണ്ടാമതായിട്ടായിരിക്കും കേട്ടോ. അത് കേട്ടത് മനോഹറിൻ്റെ മുഖം ഒന്ന് മാറി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനും മറിയുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ കാര്യം? അത് പിന്നെ ഞാനും രണ്ടാം കെട്ട. മറിയുടെ ഭർത്താവ് എങ്ങനെയാ, എന്ത് പറ്റിയതാ? അത് ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നായപ്പോൾ ഞങ്ങൾ ലീഗലായിട്ട് ഡിവോഴ്സ് ആയതാ. ആണോ? എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നൊന്നും. ഇത്രയും നാളും ഒരു പെൺകുട്ടികളെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കല്യാണത്തിന് മുമ്പും അതിന് ശേഷവും ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. 6 മാസമേ എനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവളെ ദൈവങ്ങൾ കൊണ്ടുപോയി. എനിക്കത് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നീട് പതിയെ അതൊക്കെ മറന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മരിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് കേട്ടതും ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സോറി കേട്ടോ. സാരമില്ല, ഞാനും
മനുവിൻ്റെ ഭാര്യയെ പോലെ നല്ല സ്നേഹമുള്ളൊരു ഭാര്യയായിരിക്കും. ഇനി നല്ലൊരു പാർട്ട്ണറോടൊപ്പം മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ ഒന്നും ഇതാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. വിശ്വാസത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പഴയ കാലങ്ങളും കഥകളും അതുകൊണ്ടാണ് മനുവിനോടെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയത്. പിന്നെ ഞാൻ മറിയുടെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം എൻ്റെ ബന്ധത്തിൽ നിന്നും കുറേ പെൺപിള്ളേർ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയവളുമാർ. അതുപോലെ തന്നെ ഒരുത്തി എൻ്റെ പിന്നാലെ എപ്പോഴും ഫോളോ ചെയ്ത് നടക്കുക. അവളിപ്പോഴും കൂടെ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കേട്ടതും നമ്മുടെ മറിയ അതൊന്നും സാരമില്ല, എന്തായാലും കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് US പോവാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് കേട്ടതും മതി, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ മറിയ എനിക്കൊരു ബിസിനസ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തന്നാൽ മതി. അതിനെന്തിനാ ഞാൻ ഏർപ്പാട് ചെയ്ത് തരുന്നേ? എൻ്റെ കൂടെ പാർട്ട്ണറായി കൂടിക്കോ. ഞാനേ മാസത്തിൽ കോടികളുടെ ബിസിനസ്സാണ് ഉണ്ടാക്കുന്നത്. അത് കേട്ടതും ഈശ്വര, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവള് മാത്രം മതി. ഇവളോടൊപ്പം ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോവാം സന്തോഷമായിട്ട്, ഒരു പട്ടിണിയില്ലാതെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. എന്താ മനു ആലോചിക്കുന്നത്? ഒന്നുമില്ല മറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് രാഹുലിനെയും ശാരിയെയുമാണ് കാണിക്കുന്നത്. ശാരിയാണെങ്കിൽ രാഹുലിൻ്റെ കൈയൊക്കെ അമർത്തി കൊടുക്കുക. നല്ല വേദനയുണ്ടോ? എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര ഒരു പിടുത്തം എന്നും പറഞ്ഞ് നമ്മുടെ രാഹുൽ സംസാരിക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സരൈ വരിക. സരൈ വന്നതും എന്താ മോളെ നീ എവിടെ പോയതാ? രണ്ടെണ്ണവും കൂടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനുവേട്ടനെ പറ്റി കുറ്റം പറഞ്ഞ് എൻ്റെ മനസ്സിൽ മനുവേട്ടനോടുള്ള സംശയം മുറിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ മനുവേട്ടനെ സംശയിച്ച് അങ്ങോട്ട് പോയത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം. എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എൻ്റെ മനുവേട്ടനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ മാത്രമല്ല അപ്പുറത്തുള്ള പിശാചുകളും അത് തന്നെ പറയുന്നത്. ഇന്ന് എൻ്റെ മനുവേട്ടൻ എന്നെ കണ്ടിരുന്നെങ്കിൽ പ്രശ്നമായായിരുന്നു. ഞാനിന്ന് മനുവേട്ടൻ്റെ പിന്നാലെ പോയി. അവിടെ ചെന്നപ്പോൾ ശരിക്കും മനുവേട്ടനൊരു മീറ്റിങ്ങിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മനുവേട്ടൻ എന്നെ കണ്ടില്ല. എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനായിരുന്നു? മോളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതെ, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. എൻ്റെ മനുവേട്ടനെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും വാക്ക് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. മനസ്സിലായല്ലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ഇനി എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ ഞാനായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സരി അങ്ങ് പോവുക. നമ്മൾ പറയുന്നതൊക്കെ സത്യമാണ്, എന്നിട്ടും അത് കണ്ടുപിടിക്കാൻ പോലും ഇവളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ഒന്ന് വിചാരിച്ചു നോക്കിയേ. നിങ്ങളുടെ മകളായിരുന്നു, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, ഇപ്പം തീരെ ബുദ്ധിയില്ല. എന്തു ചെയ്യാനാ, അവളുടെ തലവിധി. അവനെക്കുറിച്ച് ഓർത്ത് ചങ്ക് പൊട്ടി കരയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതുവരെ അവൻ നമ്മുടെ മോളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലല്ലോ. അത് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. എന്നാലും എനിക്കൊരിത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ ശരിയാക്കി തന്നെയായിരുന്നു. ആരോഗ്യം ഉണ്ടായ കയ്യും കാലം ആരെയും ഇങ്ങനെ തല്ലി ഓടിച്ചത് എന്നും നമ്മുടെ ശാരിയുടെ ചോദ്യം. അത് കേട്ടതും ശാരി, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. എനിക്കങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ആകെ മൊത്തം സങ്കടപ്പെട്ട് നടക്കുക. അതിനിടയിൽ നീയും കൂടെ എന്നെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറയാം. ഞാനായിട്ട് സങ്കടപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങളുടെ മോള് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഇതിപ്പോൾ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ലല്ലോ. അവളുടെ ഭർത്താവ് ഒരു ക്രിമിനലാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾ വിശ്വസിക്കുന്നില്ല. പിന്നാലെ പോയപ്പോൾ കൂടെ അവൻ കോൺഫറൻസ് ഹാളിൽ മീറ്റിങ്ങിലാണെന്ന് അവൾ കണ്ടത്. അവനല്ലേ ആള്, അവൻ എന്തും ചെയ്യും. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൻ ഏത് പമ്പയും കടക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം സരയുവാണെങ്കിൽ ഭയങ്കര സങ്കടത്തില്ല. പക്ഷേ മനുവേട്ടനെ ഞാൻ സംശയിച്ചല്ലോ, പാവം മനുവേട്ടനെ സംശയിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടേക്ക് പോകണമെന്നറിയില്ല. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകും? എൻ്റെ ഒരു അവസ്ഥ ആകെ മൊത്തത്തിൽ സങ്കടമാണല്ലോ. എവിടെയും പോകാൻ വഴിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രകാശൻ വഴിയരികിൽ കിടക്കണോ, വരാന്തയിൽ കിടക്കണോ? കടവരാന്തയിൽ കിടന്നാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ആകെ സങ്കടത്തിൽ, പ്രകാശൻ ആകെ സങ്കടത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രകാശൻ നേരെ ചെന്നത് സായാഹ്നത്തിലേക്കാണ്. സായാഹ്നത്തിലെ മാഡം പ്രകാശനെ കണ്ടപ്പോൾ എന്ത് വേണം മാഡം? ഞാൻ എന്താടോ, ഞാനിവിടുത്തെ ഭാനുമതി അമ്മയുടെ മകനാ. അതുകൊണ്ടാ മുഖം കണ്ടപ്പോൾ എവിടെയോ നല്ല പരിചയമുള്ളതുപോലെ തോന്നിയത്. എന്താ, അമ്മയെ കാണാൻ വന്നാണോ? അതെ മാഡം, അമ്മയെ കാണണം, പിന്നെ അതോടൊപ്പം മാഡത്തിനോടും കുറച്ച് സംസാരിക്കണം. എന്താ, എന്നോടെന്താ പറയാനുള്ളത് മാഡം? എൻ്റെ ഒരു കാലിൻ്റെ ഇത് തളർന്നു പോയി മാഡം,
ഒരു കാലിന് തീരെ ശേഷിയില്ല. ഞാൻ നടക്കുന്നത് തന്നെ ഈ സ്റ്റിക്കിൻ്റെ സഹായത്തോടെയാണ്. എനിക്ക് പോകാനൊരിടമില്ല മാഡം, താമസിക്കാനൊരു വീടില്ല മാഡം. പിന്നെ അത് മാത്രമല്ല മാഡം, മഴ പെയ്ത കടത്തിണ്ണയിലൊന്നും ആരും കയറ്റി കിടത്തുന്നില്ല. എനിക്ക് എവിടെ പോകണമെന്നറിയാം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു അന്തേവാസികളുടെ ഇടയിൽ എനിക്കൊരിടം തരാമോ? അത് കേട്ടതും താൻ അമ്മയെ കാണാനല്ലേ വന്നത്? അമ്മയെ കണ്ടോ? ഇല്ല മാഡം, അമ്മയെ കാണണം. എന്നാൽ അമ്മയെ കാണാം. തൻ്റെ കാലിൽ സ്വാധീനം എങ്ങനെയാണ് പോയത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് പൊട്ടിപ്പോയില്ലല്ലോ. എന്താ പറ്റിയെന്ന് തെളിച്ചു പറയടോ. അത് പിന്നെ മാഡം, അമ്മ തല്ലി ഓടിച്ചു അല്ലേ? സ്നേഹത്തോടെ വീട്ടിൽ വന്ന് നിന്ന് തനിക്ക് വേണ്ടതൊക്കെ വെച്ച് വിളമ്പിത്തന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ കാല് തല്ലി ഓടിച്ചു. അതല്ലേ നടന്നത്. അത് കേട്ടതും എടോ, അവിടെ നടന്നതൊക്കെ ഇവിടെ പാട്ടാ. താൻ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു വേണ്ട. പിന്നെ ഇവിടെയുള്ള അമ്മമാർ തന്നെ കണ്ട തൻ്റെ അമ്മ തൻ്റെ ഒരു കാല് തല്ലി ഓടിച്ചോളൂ, ബാക്കിയുള്ളവർ തൻ്റെ ശരീരം മുഴുവൻ തല്ലി ചതിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും തനിക്ക് നല്ലത്. മാഡം, അങ്ങനെ പറയരുത് മാഡം, പോകാൻ ഒരിടം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ അമ്മയുള്ളിടത്തേക്കല്ലേ എനിക്ക് വരാൻ കഴിയും. അമ്മയുള്ളിടത്തേക്ക് മക്കൾക്ക് വരാം, അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. ഇവിടെ കിടക്കുന്നതെല്ലാം മക്കൾ ഉപേക്ഷിച്ച അമ്മമാരാ. ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല. പിന്നെ തനിക്കങ്ങനെ താമസിക്കണമെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി താമസിക്കുക. അതായിരിക്കും നല്ലത് മാഡം. എൻ്റെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിന്നോട്ടെ മാഡം. തൻ്റെ അമ്മ തൻ്റെ വീട്ടിൽ വന്ന ഒരു കാല് തല്ലി ഓടിച്ചേ, ഇനി താൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ തൻ്റെ രണ്ട് കാലും തല്ലി ഓടിക്കും. താൻ എന്തായാലും എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കല്യാണി മേഡത്തോടും കിരൺ സാറിനോട് സംസാരിക്കുക. അവരൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ തൻ്റെ അമ്മയെ സമ്മതിക്കണം. ഇവിടെയുള്ള അന്തേവാസികളൊക്കെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ മക്കൾ ഇത്രയും ക്രൂരതയൊന്നും അവരോട് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. എന്നാൽ താനും ഒരു ക്രൂരതയും ചെയ്തിട്ടില്ലെന്ന് തൻ്റെ അമ്മ പറഞ്ഞു. പക്ഷെ താൻ ചെയ്ത് തൻ്റെ കൊച്ചുമക്കളോടാ. ആ കൊച്ചുമക്കളോട് ചെയ്ത ക്രൂരത താൻ എണ്ണി പറ. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ തന്നെ സ്നേഹിക്കാൻ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും എന്നും പറയാം. മാഡം, ഞാൻ എൻ്റെ അമ്മയെ കണ്ട് സംസാരിക്കാം. അത് കഴിയുമ്പോൾ മാഡം എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ നിൽക്കാനൊന്ന് സംസാരിക്കണം. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു, ഇനി താനാണ് തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവരും കൈമലർത്തി. ഈ സമയം മുത്തശ്ശി അവിടെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പ്രകാശൻ അങ്ങ് ചെന്നു. പ്രകാശൻ ചെന്നിട്ട് അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പം പ്രകാശനെ കണ്ടെഴുന്നേറ്റ് പതുക്കെ പ്രകാശിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ നീ വന്നോ? നീ എപ്പോഴാടാ വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയി അമ്മേ. നേരെ വാർഡനെയാണ് ചെന്ന് കണ്ടത്. അതിനുശേഷം അമ്മയെ കാണാൻ വരുന്നേ. ഓ, എന്തിനാ വാർഡനെ കാണാൻ പോയേ? അത് പിന്നെ അമ്മേ, എന്നെ കണ്ടില്ല അമ്മേ. ഞാൻ എന്ത് ജോലി ചെയ്യാനാ? എനിക്ക് പോകാനൊരിടമില്ലമ്മേ. പുറത്താണെങ്കിൽ ഭയങ്കര മഴ. കടത്തിണ്ണകളിൽ കയറി കിടക്കാമെന്ന് വിചാരിച്ച മഴയിൽ നനയാൻ വയ്യമ്മേ. എനിക്ക് തീരെ വയ്യ. വിശന്നിട്ടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല. എങ്ങോട്ട് പോകണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ. അതാ അമ്മയുടെ അടുത്തേക്ക് വന്നത്. നീ ഇവിടെ താമസിക്കാനാണോ വന്നത്? എന്നാൽ അത് നടക്കില്ല പ്രകാശ. നീ ഇവിടെ താമസിക്കണമെങ്കിൽ നീ ഒരു മനുഷ്യനായിരിക്കണം. നീ മനുഷ്യനല്ല, മൃഗം. എടാ, നിനക്ക് താമസിക്കാൻ ഇടമില്ലെങ്കിൽ നേരെ പോ ജയിലിലേക്ക്. നിന്റെ കൊച്ചുമോൻ അവിടെ നിനക്ക് വല്ല ഉപദേശിച്ച് തരും. അങ്ങനെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്കും ജയിലിൽ പോയി കിടക്കാം. അവിടെയാകുമ്പോൾ വെയിലും കൊള്ളണ്ട, മഴയും നനയണ്ട. എന്താ പോരെ? അത് കേട്ടതും അമ്മേ, എന്താടാ നിനക്ക് നോവുന്നുണ്ടോ? അവൻ ഉപദേശിക്കുന്നതേ നിന്റെ പെൺമക്കളുടെ തല വെട്ടി പൊളിച്ചിട്ട് വരാനായിരിക്കും. അതേ അവൻ ഉപദേശിക്കൂ. കാരണം അവനില്ലാത്തത് അവർക്ക് കിട്ടിയപ്പോൾ അവൻ അസൂയ, കുശുമ്പ്. അതുകൊണ്ട് അവൻ ആരെയും കൊല്ലാൻ മടിക്കാത്തൊരു ക്രിമിനലായി മാറി. എടാ, അവന് നിന്റെ മരുമോള് എന്ത് തങ്കപ്പെട്ട കൊച്ചായിരുന്നടാ സോണി. അതെ, ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ ഭാഗ്യം ചെയ്യണം. സോണിയെപ്പോലൊരു പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടിയ നീ അതിനെ തട്ടിത്തെറിപ്പിച്ചു. പിന്നെ 3 പെൺമക്കൾ നിനക്കുണ്ട്. അതിൽ മൂത്തവക്കടെയും കല്യാണിയുടെയും കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ നല്ല മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതം ജീവിക്കുന്നതിനിടയിൽ നിനക്കും സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. നിന്നെ അവർ ഉള്ളം കൈ കൊണ്ട് നടന്നാനെ. എന്നാൽ നീ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും അവരെ നിന്നിൽ നിന്നും അകറ്റിയത്. എടാ, നീ ചോദിച്ച ചോദ്യത്തിന് നിന്നെ കരണമടിച്ചായിരുന്നു പോയിക്കേണ്ടതാ. പോകാനൊരിടയില്ല, കഴിക്കാനൊന്നുമില്ല. എടാ, നല്ല അന്തസ്സായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ, നിൻ്റെ പെൺമക്കളെ, ആൺമകനെ സ്നേഹിച്ചതുപോലെ പെൺമക്കളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കായിരുന്നു. എന്നിട്ടും നീയായിട്ട് അത് തട്ടിത്തെറിപ്പിച്ചേടാ. എനിക്കിപ്പോഴും എൻ്റെ കൊച്ചുമക്കളുടെ വീട്ടിൽ പോവാം. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനി ജീവിതം ഇല്ല, ആയുസൊക്കെ കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് ഈ സായാഹ്നത്തിലെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചുമക്കളെയൊക്കെ പോയി കാണുകയും ചെയ്യും. അതിലെനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിനക്കത് പിന്നെ പറ്റുവാടാ?
പറ്റില്ല. കാരണം എന്താ, നീ ചെയ്ത ദ്രോഹം, നീ ചെയ്ത ക്രൂരത അത് ചെറുതൊന്നുമല്ല, വലുതാ, ഒരുപാട് വലുതാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രകാശിനെ ആട്ടിപ്പായിക്കാണ്. പോടാ എടാ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രകാശിനെ പിടിച്ചൊരു ഒറ്റ തള്ള്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.